ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോൻ്റെ ബാക്കി കണ്ടാലോ. നമ്മളങ്ങനെ കഫേയിൽ നിന്നെല്ലാം ഇറങ്ങി തിരിച്ച് ഓട്ടോ പിടിച്ച് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മുടെ കോഴിക്കോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിസപ്ഷൻ ഡേ ആണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അതെ, ചെക്കനും പെണ്ണും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അതുൽ ആൻഡ് ഗൗരി. ഇന്നലെയായിരുന്നു അവരുടെ കല്യാണം, മെയ് 18-ന്. അന്ന് ഐഗുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ റിസപ്ഷനാണ് വന്നത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പി ജിക്ക് ഫസ്റ്റ് ഡേ ചേർന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ കൂടെ കൂടിയ ആളാണ് ഗൗരി. ഞങ്ങൾ ഈ ഒരു പാത്രത്തിലുണ്ട് ഒരു പായൽ കിടന്ന് ആ ഒരു ടൈപ്പ് ഫ്രണ്ട്ഷിപ്പില്ലേ, ഏകദേശം അതേപോലൊക്കെ തന്നെ. ഒരു പാത്രത്തിൽ ഉണ്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. ഒരു പായലൊന്നല്ല, ഞങ്ങൾ വേറെ വേറെ റൂമിലായിരുന്നു. അന്ന് തൊട്ടിട്ട് കൂടെ കൂടിയതാണ്. ഇവർ രണ്ടുപേരും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര അടുത്തെന്നല്ലേ. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. കാരണം എൻ്റെ ചുറ്റോറുണ്ടായിരുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരായിരുന്നു ഹോസ്റ്റലിൽ മൊത്തം. സോ അന്ന് തൊട്ട് കൂടെ കൂടിയ ഫ്രണ്ട്സാട്ടോ. എനിക്ക് ഇവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് ചന്തുവിനും പ്രത്യേകിച്ച് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവരോട് ടാറ്റ ബൈ പറഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. കാരണം ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് നേരെ കണ്ണൂരെത്തണം. ഫസ്റ്റ് ഓട്ടോ പിടിച്ച് നേരെ KSRTC സ്റ്റാൻഡിൽ പോയി. പക്ഷേ 1 മണിക്കൂർ അവിടെ ഞങ്ങൾ പോസ്റ്റായിരുന്നു. കണ്ണൂരേക്ക് മാത്രം ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ വിട്ട് കിട്ടുന്ന ട്രെയിനും പിടിച്ച് ഞങ്ങളിതാ ട്രെയിൻ കയറി പോവുകയാണ് വീട്ടിലോട്ട്. ആൻഡ് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ, അത്രയും നാൾ തൊട്ട് തുടങ്ങിയ ആ ഒരു ഇഷ്ടമായിരുന്നു. അവരെ ആ ഒരു കോസ്റ്റ്യൂമിൽ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണൊക്കെ വല്ലാണ്ട് നിറഞ്ഞു കേട്ടോ. ആക്ച്വലി സന്തോഷം കൊണ്ടാണ്. കാരണം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ. ശരിക്കും ഇവരുടെ കല്യാണം കൂടാനും കൂടി വേണ്ടിയിട്ടാട്ടോ ചന്തു ഈ സമയത്ത് ലീവ് എടുത്ത് വന്ന്. അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ കല്യാണത്തിന് എന്തായാലും ഉണ്ടാവണം എന്നുള്ളത്. അവളതിനെ ശരിക്കും ആ റിസപ്ഷൻ ഡേയിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടുപേരെ ഒന്നിച്ച് കണ്ടപ്പോൾ. അങ്ങനെ പറഞ്ഞ് ട്രെയിൻ കണ്ണൂരെത്തി. ഇനി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകണം. ആൻഡ് ഇത്രയും അടിപൊളിയൊരു ഡേ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ പറ്റിയാൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.